പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമാണ്, ഒരു വെള്ളിയാഴ്ച എന്നെ കാണാൻ വന്ന ഒരു മകൻ, അവനെക്കുറിച്ച് മറ്റുള്ളവരെല്ലാവരും പറയുക അവനൊത്തിരി കടമുണ്ട്, എങ്കിൽ പോലും അവൻ അർഹിക്കുന്ന പാവങ്ങൾ വരുമ്പോൾ അവൻ്റെ കടം പരിഗണിക്കാതെ അവൻ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മകനെ നിനക്ക് എത്രമാത്രം ചെയ്യുവാൻ ഉള്ളിൽ പ്രചോദിപ്പിക്കുക? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് സമ്പത്തിൻ്റെ ദാരിദ്ര്യം, അതിൻ്റെ വിഷമം, ഇല്ലാത്ത അവസ്ഥ ഒക്കെ നന്നായിട്ട് അറിയാം. അത് ബോധ്യപ്പെട്ടതുകൊണ്ട് എൻ്റെ തമ്പുരാൻ എന്നെയും ഏതെങ്കിലും വഴിക്ക് അനുഗ്രഹിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനത് ചെയ്യുന്നതെന്ന്. വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നുണ്ട്: ഭൗതിക ധനം നമ്മോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു വഴിയുണ്ട്. പാവപ്പെട്ടവരുടെ കൈകളിൽ കൊടുത്ത് നമുക്ക് മുൻപേ അവ അയക്കുക. നാം ചെല്ലുമ്പോഴേക്കും അവിടെ അത് എത്തിയിരിക്കും. വലിയൊരു സന്ദേശമാണ് മിസ്റ്റർ അഗസ്തീനോസ് പാവങ്ങളെ സഹായിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക. നമുക്ക് മരിച്ചു കഴിയുമ്പോൾ പണം കൂടെ കൊണ്ടുപോകാനാവില്ല. എന്നാൽ നമ്മൾ പണം കൊടുത്ത് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മരിച്ചു ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിക്ഷേപമായി, സ്വർഗത്തിൽ സമാനമായി അത് സ്ഥാപിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൈ അയച്ച് പാവങ്ങളെ സഹായിക്കുവാൻ ഈ വലിയ നോമ്പുകാലം ഉപയോഗിക്കാം. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ വിധവയുടെ കാണിക്കയെക്കുറിച്ച് ഈശോ തന്നെ പറയുകയുണ്ടായല്ലോ. ഈശോ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നവരെ കണ്ടുകൊണ്ട് അവിടെ നേർച്ചയിട്ടവരിൽ പലരും വൻതുകകൾ നിക്ഷേപിച്ചെങ്കിലും ഒരു വിധവ ഇട്ട ആ ചെറു നാണയത്തെക്കുറിച്ച് ഈശോ എടുത്തു പറഞ്ഞ ഇപ്രകാരമാണോ: എന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. അത് നമുക്കറിയാം. ചിലരെങ്കിലും വീട്ടിൽ അത്യാവശ്യത്തിന് വെച്ചിരിക്കുന്നത്, വീട്ടിലൊരു കരുതലിന് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പിള്ളാരുടെ വിദ്യാഭ്യാസത്തിന് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രോഗം വരുമ്പോൾ സഹായത്തിനായിട്ട് എടുത്തുപയോഗിക്കാൻ വെച്ചിരിക്കുന്നത്, ചില മക്കള് ഇന്ന് സഹായം ചോദിക്കുമ്പോൾ ഇരുചെവി അറിയാതെ എടുത്തു കൊടുക്കാറുണ്ട്. ഞാൻ പറയും, അവരിൽ ദൈവം പ്രവർത്തിക്കുന്നു, അവരുടെ ഹൃദയം ദൈവത്തിൻ്റെതാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് സ്വന്തമാക്കുവാൻ ഈ ശുശ്രൂഷ ശ്രവിക്കുന്ന, സംബന്ധിക്കുന്ന എല്ലാവർക്കും ഇടയാകട്ടെ. ദിവ്യകാരുണ്യനാഥ, വലിയ നോമ്പിൻ്റെ ചൈതന്യം ഞങ്ങൾ പുലർത്തുന്നത് അർഹതപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടായിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. അതിനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ദിവ്യകാരുണ്യനാഥൻ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യമേ, എന്തു വിശോഭയാലെന്നുള്ളം തെളിയും. ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, എന്തു വിശോഭയാലെന്നുള്ളം തെളിയും. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.